കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കൊലയ്ക്ക് ശേഷം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വൈശാഖന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, കേസിൽ ഏറെ നിർണായകമായ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസം മുമ്പ് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് ഏലത്തൂരിൽ നടന്നത്. അതാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് യുവതി അതായത് ഇയാളുടെ ഭാര്യ, ഈ വൈശാഖൻ എന്ന് പറയുന്ന വേട്ടാവളിയന്റെ ഭാര്യ, ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല ഈ ബന്ധം, അല്ലെങ്കിൽ ആ സ്ത്രീ ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു പാവം പൈതലാണ് ആ സ്ത്രീ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ വളരെയധികം എന്താ പറയേണ്ടത്, ഇതോട് കൂടിയിട്ട് വൈശാഖം വിളിച്ചു പറയുന്നു, എടിയേ നമ്മുടെ അവള് പോയടി, ഇവിടെ നോങ്ങിയടി എന്നെല്ലാം പറയുന്നു. അതിനുശേഷം അവർ കൂളായിട്ട് നേരെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് നമുക്കറിയാം. അങ്ങനെ വരുന്നതിന് ശേഷം തന്നെ ഒരാളെ പോലും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ വിളിച്ച് കരയുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, ഞാനെങ്ങാട്ടാണെങ്ങാട്ടെ ബോധം കെട്ട് വീണിട്ടുണ്ടാകും. അതായത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ബോധം പോകും. ഇത് യാതൊരു ഒരു ഇതും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നാക്കാലികളൊക്കെ കയറ്റുന്നില്ലേ വണ്ടിയിൽ, അതേപോലെയാണ് കയ്യും കാലും പിടിച്ചിട്ട് കയറ്റുന്നത്. ഏതോ ഒരാൾ വന്ന് പിന്നീട് സഹായിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. ആശുപത്രിയിൽ എത്തിക്കണം എന്നില്ല, ടെൻഷനില്ല, അല്ലെങ്കിൽ മറ്റുള്ള ടെൻഷനില്ല, ഒന്നുമില്ല. എന്നിട്ട് പറയുകയാണ് എനിക്കൊന്നും അറിയില്ല, എൻ്റെ ഭർത്താവ് പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വന്നത്, ഇതിങ്ങനെയാണ് സംഭവിച്ചത്, എനിക്കൊന്നും അറിയില്ല. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി മണ്ടന്മാരാണോ നമ്മൾ? ഇനി അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരത് തിരുത്തി പറയിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അതൊക്കെ എങ്ങനെ പറയിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? ഇതാരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ, ഈ സ്ത്രീ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഇമ്മാതിരി പരിപാടി ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഭാര്യയെ വിളിച്ചത് ശരി തന്നെയാണ്, ഒരു കുഞ്ഞിനെ പോലും പിന്നീട് അറിയിക്കാതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കൾ, ഇവരെന്ത് ധൈര്യമാണ് ഇവർക്ക്? അപ്പം ഇവർക്കെല്ലാം അറിയാം ഇങ്ങനെ സംഭവിക്കുന്നു അറിയാം, അതിന് വിളിച്ചു കഴിഞ്ഞാൽ പോകണമെന്നും അറിയാം. ഒരു പക്ഷേ തൻ്റെ ഭർത്താവിന് ഇതിൽ നിന്നും ഒരു മോചനം വേണം, അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ ഒരു ഭാര്യ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മോശം പറയാൻ കഴിയില്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനും സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാമായിരിക്കാം, ആ സ്ത്രീക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്, ആ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർ അത് ചെയ്യാനോ അത് പറയാനോ കൂട്ടാക്കുന്നില്ല. നമ്മളാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോറാണ് തിന്നുന്നത്, നമ്മൾ വെറും തീട്ടമാണ് തിന്നുന്നത് എന്ന് തന്നെയാണ്. അല്ലാതെ മനുഷ്യന്മാർ ചോറ് തിന്നുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കോടോ? ചോറ് തിന്നുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കോ? അതായത് അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന അറ്റ്ലീസ്റ്റ് ആ ഓട്ടോക്കാരനോടൊന്നും പറയില്ലടോ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടോ, ഒന്ന് വരുമോ എൻ്റെ കൂടെ? അല്ലെങ്കിൽ ഇത്രയും ദൂരം ആ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ ആ സ്ത്രീക്ക് പിടിച്ചു നിർത്താൻ കഴിയോ? ഇതിൻ്റെ അകത്ത് എന്തോ ഒളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കാനുള്ള കാര്യമുണ്ട്. ഈ വേട്ടാവളിയന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോഴേ ഈ വേട്ടാവളിയത്തിൽ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഭർത്താവിന് എന്ത് വേണമെങ്കിലും ഇവർ ചെയ്തു കൊടുക്കും. എന്തിനധികം പറയുന്നു, കുറേ നാൾ മുമ്പ് വയനാട്ടിലേക്ക് പിടിച്ചൊരു കേസ് കണ്ടിട്ടില്ലേ? ഭർത്താവിന് എന്ന് പറയുന്നത് മറ്റേന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ വരെ കൊണ്ടു കൊടുക്കലുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയുള്ള വേട്ടാവളിയത്തിമാരായ ചില ഭാര്യമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഇവൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങ് വിഴുങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൃത്യമായിട്ട് ഇതിലൊരു അന്വേഷണം നടത്തിയിട്ട് ആ സ്ത്രീ ഉണ്ടാകും, ഇല്ലാന്നൊരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വളരെ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടടേ. ഒരു ടെൻഷനും ഇല്ലാതെ ഒരു മനുഷ്യനിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഭഗവാനെ, അവരെന്തായിരിക്കും അവരുടെ മനസ്സിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ഇതൊന്നും നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരാളിങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭർത്താവ് പറയുന്നു ഇതുപോലെ ഒരാൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴെന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവില്ലടേ? എന്തിനാണ് അവർ ഇവിടെ വന്ന് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അവിടെയുള്ള എന്തോരം വണ്ടികൾ പോകുന്നുണ്ട്, ഏതെങ്കിലും ഒരു വണ്ടികൾ. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ മറ്റൊന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുമ്പോഴേ ഒരു സ്ത്രീ അവിടെ കൊണ്ടുവന്ന് കടത്തിയിട്ട് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പോലും ഒരാൾ പോലും അവിടെ വണ്ടി നിർത്തുകയോ എന്താണെന്ന് അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ മലയാളികളുടെ മൂല്യങ്ങളെല്ലാം എവിടെയാണ് പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്, വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ ഒന്ന് ചോദിക്കണ്ടേ?
എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കേണ്ടേ, അതുപോലും ചോദിക്കുന്നില്ല. ഒരുപാട് വണ്ടികൾ ആ CCTV നോക്കിക്കോ നിങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലേ? എല്ലാവരും ഇങ്ങനെ നോക്കുന്നു എന്നല്ലാതെ ഒരാൾ പോലും പോയി ഒന്നും അന്വേഷിക്കുന്നില്ല. ആകെ പോയി അന്വേഷിക്കുന്ന ഒരാൾ മാത്രമാണ്. അയാൾ പോയി അന്വേഷിച്ചു, അയാൾ അപ്പാട് തിരിച്ചും പോയി കയറ്റാനൊക്കെ സഹായിച്ചിട്ടാ. അതാ ജീവൻ പോയൊരു കേസല്ലേ. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിശയിക്കാനൊന്നുമില്ല. വളരെയധികം ഭീകരമാണ് കേട്ടാ, വളരെ ഭീകരം തന്നെയാണ്. നാളെ ഒരുത്തം വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് വണ്ടി കയറ്റുമ്പോൾ ഒരാൾ പോലും ചോദിക്കാൻ വരെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇമാതിരി ഇതിലേക്കാണ് പോകുന്നത്. നമ്മൾ മലയാളികൾ നമ്മൾ ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല, കേരളത്തിൽ അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മളല്ലടോ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എനിക്ക് പറയണേ, ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഈ സ്ത്രീക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവരുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവരൊന്നും അറിയുന്നില്ല, ഒന്നും അറിയാത്തൊരു പഞ്ചപാപമാണ്. അവർക്ക് ഇതൊന്നും അറിവില്ല, ഇതൊന്നും പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്ര വർഷമായിട്ടും ഇവരൊന്നും അറിയുന്നില്ല, വേറെ ആരും അറിയുന്നില്ല. എന്തൊരവസ്ഥയായത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു കാര്യം കൂടി, നാട്ടുകാർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും വീട്ടുകാർക്ക് അറിയില്ല പോലും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളെ നമ്മളങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ അയാൾ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് പറയിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ട്. ഒരാളിപ്പോൾ പറയുന്നത് ഞാൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിനും തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട സ്ഥലത്ത് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തത്ത പറയുന്ന പോലെ പറയും, ചിലപ്പോൾ തത്ത പറയാത്തതുപോലെ പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ 100% പറയുന്നു, ആ സ്ത്രീക്ക് ഇതിൽ എന്തോ ഒരു പങ്കുണ്ട്. ആ സ്ത്രീക്ക് യാതൊരു ടെൻഷനുമില്ല. മറ്റു പലരും ആണെങ്കിൽ ബോധം മറ്റു വീടുമായിരുന്നു. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അവർ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടാണ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെയാണ് ആ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നത്. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. നമ്മളൊക്കെ അങ്ങനെയാണോ? ഒരാളിങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ പോലും കൊടുക്കാൻ നിൽക്കോടോ? ആ ഓട്ടോക്കാരനോട് പറയില്ലേ, ഒന്ന് വാ, ഒന്ന് പോയി നോക്കാലോ എന്ന് പറയില്ലേ? അവരോട് പോലും ഒന്നും പറയാതെ അവർ ഓടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ മറയ്ക്കാനുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭാര്യയും ഭർത്താവും ചേർന്നൊരു നാടകമല്ലേ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾക്ക് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം. മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലയ്ക്ക് ശേഷം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വൈശാഖന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, കേസിലേറെ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ